Hi, Namaste, welcome back viewers, welcome back to my channel Vintrader. ഇന്നത്തെ നിഫ്റ്റിയുടെ ഇൻട്രാഡേക്കും സ്കാൽപ്പിങ്ങിലും വന്ന പെർഫോമൻസ് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് അതായത് പ്രോഫിറ്റ് തരാത്ത മാർക്കറ്റിൽ അതായത് മാർക്കറ്റ് റേഞ്ചിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ലോസിലേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ട്രെൻഡി മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയും ട്രേഡ് ചെയ്യാം, പക്ഷേ സൈഡ് വേസിൽ വളരെയധികം കൺഫ്യൂസിങ് ആണ്. അതായത് എവിടെ ട്രേഡ് എടുക്കണം, എവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം നമ്മൾ കാരണം മാർക്കറ്റ് ഒരുപാട് പ്രോഫിറ്റ് തരാത്ത സമയത്ത് ഒരു റേഞ്ച് കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് അടിക്കാൻ സാധ്യത കൂടുതൽ ചാൻസ് ഉള്ള മാർക്കറ്റ് തന്നെയാണ് ഇന്നത്തെ പോലത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേക്ക് 3 സിഗ്നൽ തന്നിട്ടുണ്ട്. മോർണിംഗിൽ ഗ്യാപ്പിന് ഓപ്പണിന് ശേഷം ബൈ ട്രേഡ് സിഗ്നൽ തന്നു. ഒരു 60 പോയിന്റ്സോളം മാർക്കറ്റ് കയറിയതിന് ശേഷം തിരിച്ച് റിവേഴ്സ് അടിച്ചു. അവിടുന്ന് ഒരു ചെറിയ മാർക്കറ്റ് ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പം ബൈ കയറുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈ സിഗ്നലാണ് ഈ മേളിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന് 2:30 ശേഷം വന്നാണ് അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റ്. പക്ഷേ ഇപ്പോഴാണ് ഈ കൺഫേം ആകുന്നത്. ഇതിൽ ഇതുവരെ കൺഫേം ആയിരുന്നില്ല. കൺഫർമേഷൻ വന്ന താഴെ മേളിലും ഒക്കെ ആയിട്ടുള്ള ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും ബൈസും. ഇപ്പോൾ ഇത്രയും നേരം സൈഡ് വേസ് ആയിട്ട് റെസിസ്റ്റൻസും കൂടെ കട്ട് ചെയ്തിട്ട് അവിടെ ട്രേഡ് എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ആ ട്രേഡ് പിടിക്കാൻ ശ്രമിക്കേണ്ട. അതിന് മുമ്പ് വന്ന സെല്ലും അങ്ങനെയായിരുന്നു. സപ്പോർട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. കൺഫേം ആയതിനു ശേഷം ഇപ്പോൾ ഈ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്ത് അവിടുന്ന് താട്ടിറങ്ങി 50-60 പോയിന്റ്സും കിട്ടിയിട്ടുണ്ട്. ബൈയും അങ്ങനെയായിരുന്നു. കൺഫേം ആയ ശേഷം റെസിസ്റ്റൻസ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ട്രേഡ് പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. എങ്ങനെ നല്ലൊരു 50-60 പോയിന്റ്സ് അതിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഡൗൺ ട്രേഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കാൽപ്പിംഗ് അതിന് മുമ്പ് വന്ന ബൈ ട്രേഡിൽ നമ്മൾ ആക്ച്വലി നല്ലൊരു ട്രേഡ് അവിടുന്ന് രണ്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്കാൽപ്പിങ്ങിലെ പെർഫോമൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പണായി. അവിടുന്ന് ഓപ്പണായ ശേഷം പിന്നെ നമുക്ക് മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ ഇറങ്ങിയിട്ട് തിരിച്ച് പിന്നെ ബൈ കയറുന്നത്. ബൈ അവിടെ കൺഫേം ആകാതെ തിരിച്ച് പിന്നെ ഇറങ്ങി പിന്നെയും കയറി, അങ്ങനെ ഫ്ലക്ച്വേഷൻ ആയിട്ട് കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൺഫേം ആയ ശേഷം റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറിയത്. ആ ലാസ്റ്റ് വന്ന സെൽ ട്രേഡ് നല്ല ട്രേഡായിരുന്നു. സെല്ല് നമുക്ക് കൺഫേം ആയ ശേഷം സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പുൾ ബാക്ക് വന്ന് പിന്നെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ട്രേഡ് പിടിച്ചു. ഈ ബാക്ക് ട്രേഡ് നമുക്ക് ആക്ച്വലി ട്രെൻഡിൽ മാത്രമേ ഗ്രീനായിട്ട് കാണിച്ചുള്ളൂ. അപ്പോൾ അത് കാരണം ബൈ ട്രേഡ് ഇല്ല, തിരിച്ചിറങ്ങുമെന്ന് മീനിങ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ട്രേഡ് പിന്നെ നെക്സ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ സപ്പോർട്ട് അടിച്ച് പിന്നെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ട്രേഡിനാണ് കിട്ടുക. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ തിക്നെസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ നിന്ന് നല്ലൊരു ഇറക്കം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ്റെ 8.1 സ്ട്രാറ്റജിയാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്തൊരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. അലേർട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് ഈ സിഗ്നൽ കാണിച്ചു തരികയും ചെയ്യും. അതിൽ സിഗ്നൽ കൺഫേം ആയ ശേഷം ഈ എക്സ്ട്രാ കളർ ബ്ലൂ, ഓറഞ്ച്, വൈറ്റ്, ഹോളോ ക്യാൻഡിൽസ് ഇതൊക്കെ സൈഡ് വേസ് ആണ്. അതായത് മാർക്കറ്റിൽ ഒരു സെല്ലും ബൈയും ഇല്ലാത്തൊരു പൊസിഷനാണ്. സിഗ്നൽ കൺഫേം ആയി ക്യാൻഡിലിൻ്റെ കളറിനോടൊപ്പം നമുക്ക് കൺഫർമേഷൻ ബാറിൻ്റെ കളറും രണ്ടും ഒന്നിച്ച് വന്നതിന് ശേഷം അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ ഇപ്പം 2:30 വന്നതിന് ശേഷം ഇതുവരെ കൺഫേം ആകാത്തത് കൊണ്ട് കൺഫേം ആയ ശേഷം റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ കൺഫേം ആകാത്ത സ്ഥിതിക്ക് ഇവിടെ കൺഫേം ആയ ബ്രേക്കൗട്ട് സപ്പോർട്ട് അടിച്ച് ഇവിടുന്നാണ്. ഇതാണ് സപ്പോർട്ട് ലെവൽ. അവിടെ താട്ടിറങ്ങി. ഇപ്പോൾ ഇവിടെ ഗ്യാപ്പിലടിച്ച പോർഷനും അതുപോലെ തന്നെയായിരുന്നു. കൺഫേം ആയി ഇവിടെ കൺഫേം ആയി, പക്ഷേ ബ്രേക്കൗട്ട് പോകുന്നുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ തിരിച്ച് ഇവിടുന്ന് കയറി നല്ലൊരു ഹൈക്ക് ഇവിടുന്ന് പോവുക ചെയ്ത് റെസിസ്റ്റൻസ് അടിച്ചതിന് ശേഷം നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് തന്നെ ആ ഹൈക്കിൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ്റെ ചാർട്ട് നമുക്ക് വേണമെന്നില്ല. കൺസേൺ സ്ട്രൈക്ക് ഇപ്പോൾ ഇവിടെ ഏതാണ് സ്ട്രൈക്ക് വേണ്ടത് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. നമുക്ക് വേണ്ട സ്ട്രൈക്ക് ഈ വ്യൂവിൽ സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അവിടെ കോൾ ഓപ്ഷൻ വീക്കിലി മന്ത്ലി എല്ലാം നമുക്കുണ്ട്. അതിനകത്ത് കോളം പുട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അവിടുന്ന് കൺസേൺ സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് നമുക്ക് സൈഡ് വേസ് തിരിച്ചറിയാം. നമുക്ക് എൻട്രി പോയിന്റ് തിരിച്ചറിയാം. ഇപ്പോൾ ഒരു എൻട്രി കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻട്രി തിരിച്ചറിയാൻ പറ്റും. ഇപ്പം 1 മിനിറ്റ് വന്ന സ്കാൽപ്പിങ്ങിൻ്റെ മൊമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വന്ന ആ ലാസ്റ്റ് വന്ന ആ ഒരു ഡൗണിൽ പോയ സെൽ ട്രേഡിൽ സപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് രണ്ടാമത്തെ ട്രേഡിൽ നിന്ന് ഈ ക്യാൻഡിൽ അടിച്ചതിന് ശേഷം ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് താട്ടിറങ്ങി പിന്നെ ബാക്ക് ട്രേഡ് അടിച്ചു. ഇപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് ട്രേഡ് പിന്നെയും കിട്ടി 23,779. ഇവിടുന്ന് ബാക്ക് പോയ പോർഷനാണ്. ഇതൊരു ബൈ അല്ല, തിരിച്ച് പിന്നെ ഇറങ്ങി പിന്നെ സപ്പോർട്ട് അടിച്ച് പിന്നെ ഇറങ്ങി. അപ്പോൾ നമുക്ക് 1 കൂടെ കമ്പയർ ചെയ്ത് ഞാൻ നമുക്ക് ആക്ച്വലി നല്ലൊരു ട്രേഡ് പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ട്രേഡ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രേഡ് എവിടെ എടുക്കുന്ന കൺഫ്യൂഷൻ വേണ്ട. ട്രെൻഡ് ലൈൻ നോക്കുക. മാർക്കിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസും താഴത്തെ കൺഫർമേഷൻ ബാറോടെ മാച്ച് ചെയ്താൽ തിരിച്ച് പിന്നെ ഇറങ്ങുമോ അതോ പിന്നെ ഇനി കയറുമോ എന്നൊക്കെയുള്ള നമുക്ക് കൺഫ്യൂഷൻ നമുക്ക് ഒഴിവായി കിട്ടും. ഫ്രഷേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് പറ്റുന്ന സ്ട്രാറ്റജിയാണ് ബാർ ചാർട്ടിനെ ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ് ബാർ ചാർട്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 18 സപ്പോർട്ട് ട്രെയിനിങ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.